നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ മാസമാണ്, ഡിസംബർ പകുതിയാണ്, നല്ല തണുപ്പാണ്. പക്ഷേ ചൂടേറിയ വാർത്തകളാണ് ഇന്നുമുള്ളത്. ഒരു ജനകീയ വിഷയത്തിലേക്ക് പോയാൽ വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇപ്പോഴും പിടികൂടാനും കഴിഞ്ഞില്ല, കാട് കയറ്റാനും കഴിഞ്ഞില്ല. മറ്റ് വിശേഷങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവിടെ തിരുവനന്തപുരത്ത് IFFK അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദമായിരുന്നു. ചില ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്നൊക്കെ സംസ്ഥാന സർക്കാർ. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് അതിൽ ഒരു 6ഓളം ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നൊക്കെ എത്രത്തോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും ചലച്ചിത്ര പ്രേമികൾക്ക് അതൊരു തൽക്കാലം ഒരു ആശ്വാസമാണ്. മാത്രമല്ല വാർത്തകളൊക്കെ ഉണ്ട്, പാർലമെൻറ്റിലൊക്കെ വിഷയങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വിശദമായി കടക്കാം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് റാംജി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷം. സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ബില്ലും ചർച്ചയ്ക്ക്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലായത് ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെയും നിയമിക്കാൻ ധാരണ. നാളെ കേസ് വീണ്ടും പരിഗണിക്കും. ഇരുവരുടെയും പേരുകൾ കോടതി അംഗീകരിക്കാൻ സാധ്യത. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കാട് കയറ്റാൻ ശ്രമം തുടരുന്നു. പ്രദേശത്ത് നിരോധനാജ്ഞ. പനമരം, കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ 11 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേന്ദ്ര സർക്കാർ പ്രദർശനം നിഷേധിച്ച 6 ചിത്രങ്ങൾ കൂടി ഇന്ന് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ. വിലക്കിയ മുഴുവൻ സിനിമകളും IFFK-യിൽ പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയിൽ ആദ്യ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിയെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച് രാജ്യം. ഇന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഒമാനിലെത്തും. The world's best player from France, Ousmane Dembélé. FIFA The Best പുരസ്കാരം ഉസ്മാൻ ഡെബലേക്ക്. നേട്ടം ലാമിൻ യമാലിനെയും കിലിയൻ എംബാപ്പയെയും മറികടന്ന്. എറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 ഇന്ന് ലക്നൌവിൽ. പരമ്പര സ്വന്തമാക്കാൻ ടീം ഇന്ത്യ. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ ഉണ്ടായ വിഷയമാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇഷ്യൂ ഒക്കെയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ വികസിത് ഭാരത് റാംജി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച നടക്കും. ബില്ലിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്നലെ അവതരിപ്പിച്ച സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ബില്ലും ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരും. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ഇത് വിവാദവുമായിരുന്നു. പാർലമെൻറ്റിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിടണമെന്നായിരുന്നല്ലോ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിരുന്നത്. അത് ഏത് രീതിയിലുള്ള ഒരു പരിഗണനയ്ക്കാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്? ഇത് എങ്ങനെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമവും? രാജേഷ്, ഈ ബില്ലുമായി കൃത്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം തൊഴിലുറപ്പ് പദ്ധതി അത് കുറെ കൂടി വിപുലമാക്കാനും ഒപ്പം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ ബില്ല് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മറിച്ച് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതെ ചെയ്യുകയോ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ ഇല്ലാതാക്കുകയോ അല്ല ലക്ഷ്യമെന്ന് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതിന് പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത് നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനങ്ങളാണ് തൊഴിൽ ദിനങ്ങളായി ഉള്ളത്. അത് 125 തന്നെ ഉയരും. ഒപ്പം തന്നെ വരുമാന വർധനവുണ്ടാവും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൊഴിൽ പൂർത്തിയായി കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ ആ തുക അക്കൗണ്ടിലേക്ക് വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്
ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, അതായത് നിലവിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പേരുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു പുതിയ ബില്ല് വരുന്നത്. അതിന്റെ ഭാഗമായി പുതിയ പേര് വരുന്നു. ആ പേരിൽ തന്നെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറുപടിയുണ്ട്. ആ മറുപടി എന്ന് പറയുന്നത് ഗാന്ധിജി കണ്ട സ്വപ്നമായിരുന്നു രാമരാജ്യം. അതിനുള്ള യാത്രയിലാണ് തങ്ങളുള്ളത്. മാത്രമല്ല ഗ്രാമീൺ സ്വരാജ് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. അത് ഏറ്റവും താഴേക്കിടയിൽ സാധാരണക്കാർക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഈ ബില്ല് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ എതിർക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബില്ലിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചാണ്. കാരണം ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാധ്യതകളും കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുതിയ ബില്ല് പ്രകാരം പുതിയ നിയമമാകുമ്പോൾ അത് മാറുകയാണ് ചെയ്തത്. 60% മാത്രമാണ് കേന്ദ്രം വഹിക്കുക, 40% സംസ്ഥാനങ്ങൾ വഹിക്കണം. അതായത് താരതമ്യേന ആളോഹരി വരുമാനവും ഒപ്പം തന്നെ സാമ്പത്തിക വരുമാനവും ഒക്കെ കുറഞ്ഞ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കേരളത്തിലും അത് പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഗ്രാമസഭകൾ പഞ്ചായത്തുകളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്ര സർക്കാരിലേക്ക് പദ്ധതിയുടെ വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാണിക്കുന്നത്. അതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അതിനൊരു ഈ ജോലികൾ സംബന്ധിച്ചും പണം നൽകിയോ സംബന്ധിച്ചും ഒക്കെ തന്നെ വിശദീകരിക്കുന്നതിനും അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഒക്കെ തന്നെ ഒരു സമിതിയുണ്ട്. ആ സമിതിയായിരിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുക. അതൊക്കെ തന്നെ സർക്കാരുകളുടെ ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ JDU-യും TDP-യും ഈ ബില്ലിനെ അനുകൂലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള ആശങ്കയും ഈ ബില്ലുമായി ബന്ധപ്പെട്ടില്ല. ബില്ല് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. രാജേഷ്, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഗ്രാമീണ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏകദേശം പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഏകദേശം സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി തന്നെ സഭയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 40% നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാകുക. ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാർഗവും ഒരു സമിതിയെ വയ്ക്കുന്നു. ആ മാർഗ്ഗങ്ങൾ പരിഹരിക്കാനുള്ള ഒരു തീരുമാനവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഏത് തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാവും സാധ്യത? പ്രതിപക്ഷം ഏത് രീതിയിൽ പ്രതികരിക്കും? രാജേഷ്, രണ്ട് തരത്തിലാണ്. ഒന്ന്, പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 9:30 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സൂചിപ്പിച്ച പോലെ തന്നെ പാർലമെന്റിന് പുറത്തുള്ള ഒരു പ്രതിഷേധം. മറ്റൊന്ന്, പാർലമെന്റ് അകത്താണ്. ഇന്നലെ തന്നെ പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധം സഭയ്ക്കകത്തുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഈ പ്രതിഷേധത്തെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ ബില്ലിന്റെ അകത്തുള്ള മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ തന്നെയാണ് ഒരു പരിശോധന വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പ്രധാനമായും സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എതിർക്കുന്നത് ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. രാജേഷ്, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്, വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കാട് കയറ്റാൻ ശ്രമം തുടരുന്നു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പനമരം, കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ 11 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രതീഷ്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഒരുപക്ഷെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും പ്രദേശവാസികളെ ഒന്നും ആക്രമിച്ചിട്ടില്ല, അവിടുത്തെ വളർത്തുമൃഗങ്ങളെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനെ പിടികൂടേണ്ട സാഹചര്യമില്ല എന്നാണല്ലോ വിശദീകരണം. അതുകൊണ്ട് കാട് കയറ്റാനുള്ള ഒരു തീരുമാനം. പക്ഷേ ഇതുവരെയും കാട് കയറ്റാനുള്ള ശ്രമം നടന്നിട്ടുമില്ല. കടുവയെ എന്തായാലും ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ വിശദീകരണം. ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നടത്തുന്നത്? തീർച്ചയായും രാജേഷ്, ഇന്ന് പനമരം എരന്നൂർ ഭാഗത്താണ് ഈ കടുവയെ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചീക്കല്ലൂർ മേഖലയിലായിരുന്നു രാത്രിയോടുകൂടി തന്നെ പടക്കം പൊട്ടിച്ച് ഈ കടുവയെ ജനവാസ മേഖലയിൽ നിന്നും വനഭാഗത്തേക്ക് തുരത്താനുള്ള ഒരു ശ്രമം വനവകുപ്പ് നടത്തി. പക്ഷേ വീണ്ടും ഈ കടുവ ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് ഓടിപ്പോയത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നിലവിൽ വനവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കടുവ
കാട് കയറിയില്ലെങ്കിൽ കടുവയെ മയക്കോട് വെച്ച് പിടികൂടണമെന്നൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ അല്പസമയത്തിനകം തന്നെ ഈ കടുവയെ ട്രാക്ക് ചെയ്ത് അതിനെ ശേഷം ഇതിനെ തുരത്താനുള്ള നടപടികൾ ആരംഭിക്കും. കടുവ ഈ ജനവാസ മേഖല വിട്ട് വനത്തിലേക്ക് പോയില്ലെങ്കിൽ മയക്കോട് വെച്ച് പിടിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഊർജിതമായി തന്നെ തുടരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ കടുവ ഈ പരമരം, എരനല്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും കൃഷിയിടമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സ്കൂളുകൾക്ക് തന്നെ ഇന്നലെയും അതോടൊപ്പം ഇന്നും അവധി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നിരോധനാജ്ഞയും ഈ മേഖലയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങളോട് പൂർണ്ണമായും ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെർമൽ ഡ്രോൺ സ്കാനർ ഉൾപ്പെടെയുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരച്ചിൽ ദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേത പരിധിയിൽപ്പെട്ട W112 നമ്പറിൽപ്പെട്ട 5 വയസ്സുള്ള ആൺകടുവയാണ് നിലവിൽ 3 ദിവസമായി തന്നെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ വളർത്തുമൃഗങ്ങളെ ഒന്നും തന്നെ കടുവ ആക്രമിച്ചിട്ടില്ല. കടുവ പൂർണ്ണ ആരോഗ്യവാൻ എന്നാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് കൂടുകളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കടുവയെ പിടികൂടാനോ മറ്റ് സാധ്യതകളൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വനവകുപ്പ് സംഘം പോയില്ല. മറിച്ച് കടുവയെ ഈ വനത്തിലേക്ക് തുരത്താനുള്ള ഒരു ദൗത്യമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 80ഓളം വരുന്ന RRT അംഗങ്ങളാണ് നിലവിൽ ഈ കടുവയെ തുരത്താനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളോട് തികച്ചും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കടുവയെ കൃത്യമായി കണ്ടാൽ മയക്കോട് വെച്ച് അതിനെ പിടികൂടാനുള്ള സാധ്യതയിലേക്ക് വനംവകുപ്പ് നീങ്ങും. സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക അവിടെ അവസാനിക്കുന്നില്ല. അവർക്ക് മറ്റ് ജോലിക്ക് പോകുന്നതിനോ ഒന്നും കഴിയാത്ത സാഹചര്യം, വീടിന് പുറത്തിറങ്ങരുത് എന്നാണല്ലോ അവിടെയുള്ള പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൃഷിയിടങ്ങളിലൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന സാഹചര്യവുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. പക്ഷേ ഇപ്പോഴും കടുവ കാണാമറയത്ത് തന്നെയാണ്. ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ലല്ലോ. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇതിപ്പോൾ രതീഷ് സൂചിപ്പിച്ചതുപോലെ വെടിവെച്ച് പിടികൂടാൻ തന്നെയാണോ ഇപ്പോഴത്തെ തീരുമാനം? നേരത്തെ ഇവരുടെ തീരുമാനം അതിനെ കാട് കയറ്റാമെന്നാണ്. പക്ഷേ കാട് കയറ്റാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും രാജേഷ്, കാരണം ഇത് പൂർണ്ണമായും ഒരു കാർഷിക മേഖലയാണ്. തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കൃഷികളൊക്കെ ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട്. പൂർണ്ണമായും കടുവയുള്ളത് കൃഷിയിടത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വനത്തിലേക്ക് തുരത്താനുള്ള ഒരു ശ്രമം ആദ്യഘട്ടങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി വനവകുപ്പ് നടത്തിയത്. പക്ഷേ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ആദ്യം ഈ പച്ചിലക്കാട് മേഖലയിലായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് ചീക്കല്ലൂർ മേഖലയിലേക്ക് എത്തി. ഇന്ന് എരനല്ലൂർ ഭാഗത്താണ്. പനമരം ടൗണിനോട് ചേർന്ന ഒരു ഭാഗമാണ് എരനല്ലൂർ എന്ന് പറയുന്നത്. ഇവിടെ പൂർണ്ണമായും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വന്നത്. കടുവയെ ഇന്നലെയും കാട് കയറ്റാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് മയക്കോട് വെച്ച് പിടികൂടണമെന്നൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇന്നും അത്തരമൊരു സാധ്യത വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം കടുവ നേരെ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചാൽ ഇതിനെ ട്രാക്ക് ചെയ്ത് മയക്കോട് വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും വനംവകുപ്പ് നീങ്ങും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ RRT അംഗങ്ങളെ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ വെറ്റിനറി ടീമുമുണ്ട്. പൂർണ്ണ സജ്ജമാണ്. ഏകദേശം പൂർണ്ണ ആരോഗ്യവനായ കടുവ ആയതിനാൽ തന്നെ മയക്കോട് വെക്കുന്നതിൽ തടസ്സങ്ങളില്ല എന്നാണ് DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മോട് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിനങ്ങൾ ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ പൂർണ്ണമായും ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഇന്ന് ഏതായാലും കടുവയെ ട്രാക്ക് ചെയ്താൽ പിന്നീട് മയക്കോട് വെക്കുന്ന സാധ്യതയിലേക്ക് വനംവകുപ്പ് നീങ്ങും. രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എത്യോപ്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ആദ്യമായാണ് മോദി എത്യോപ്യയിൽ സന്ദർശനം നടത്തുന്നത്. എത്യോപ്യൻ ഭരണകൂടം പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകി ആദരിച്ചു. എത്യോപ്യൻ സന്ദർശനത്തിന് ശേഷം മോദി ഒമാനിലെത്തും. ഇന്ത്യ ഒമാൻ സാമ്പത്തിക സഹകരണ കരാറിൽ ഒപ്പുവച്ചേക്കും. ഒമാൻ ഷൂറ കൗൺസിൽ കരാറിൻ്റെ കരട് അംഗീകരിച്ചിരുന്നു. GCC UAEക്ക് ശേഷം ഇന്ത്യ സാമ്പത്തിക കരാർ ഒപ്പുവയ്ക്കുന്ന ആദ്യ രാജ്യം ഒമാനായിരിക്കും. കരാർ പ്രാബല്യത്തിൽ വന്നാൽ വിപണിയിൽ കൂടുതൽ അവസരങ്ങളും താരിഫുകളിൽ ഇളവും ഉണ്ടാകും. വിവിധ മേഖലകളിൽ കസ്റ്റംസ് തീരുവ കുറയും. കയറ്റുമതി ഇറക്കുമതി നേട്ടമാണ് ഇരു രാജ്യങ്ങളും സമഗ്ര കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. और आत्मीयता मिली है। प्रधानमंत्री जी स्वयं मुझे एयरपोर्ट पर लेने आए, फ्रेंडशिप पार्क और साइंस म्यूजियम लेकर गए। आज शाम यहां की लीडरशिप से
मेरी महत्वपूर्ण विषयों पर चर्चा हुई है, ये सब अपने आप में एक अविस्मरणीय अनुभव है। फ्रेंड्स, अभी अभी मुझे ग्रेट ऑनर निशान ऑफ इथियोपिया के रूप में इस देश का सर्वोच्च सम्मान प्रदान किया गया है। विश्व की अति प्राचीन और समृद्ध सभ्यता द्वारा सम्मानित किया जाना मेरे लिए बहुत गौरव की बात है। मैं सभी भारतवासियों की ओर से इस सम्मान को पूरी विनम्रता और कृतज्ञता से ग्रहण करता हूं। यह सम्मान उन अनगिनत भारतीयों का है जिन्होंने हमारी साझेदारी को പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് എത്യോപ്യയിൽ ലഭിച്ചത്. മറ്റു വാർത്തയിലേക്ക്, എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾക്ക് ഒക്കെ തിരികൊളുത്തിയ ശബരിമല വിഷയം, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യമാണ്. സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ട് ED സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും മൊഴി പകർപ്പ് അടക്കമുള്ള അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ED കോടതിയെ സമീപിച്ചത്. എന്നാൽ അതൊന്നും നൽകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ SIT ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ നിലപാടെടുത്തിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, ഇപ്പോൾ EDയും SITയും തമ്മിലുള്ള ഒരു മത്സരമായി മാറി സ്വർണ്ണക്കൊള്ള, അങ്ങനെയല്ലേ വിശേഷിപ്പിക്കേണ്ടത്? കേസ് നടപടികൾ എങ്ങനെയാണ് ഇന്ന് പരിഗണിക്കുക കോടതി? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. SIT ഈ ഒരു EDയുടെ ഇടപെടലിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ അതിന് നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SITക്ക്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇക്കാര്യങ്ങൾ എതിർത്തുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു, EDയുടെ ഇടപെടലിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് രേഖാമൂലം അറിയിക്കുന്നതിനുള്ള ഒരു ദിവസമാണ് ഇന്നത്തേക്ക് ഈ ഒരു രേഖകൾ പരിശോധിക്കുന്നതിനുള്ള ദിവസം വിജിലൻസ് കോടതി വെച്ചിരിക്കുന്നത്. ഇന്ന് കൃത്യമായി ഈ SIT പ്രത്യേക അന്വേഷണ സംഘം EDക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് SIT കണ്ടെത്തിയ രേഖകളും മൊഴികളുടെ പകർപ്പുകളും ഒക്കെയാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയിൽ നിന്നും. ഇത്തരത്തിൽ ഈ രേഖകൾ കൈമാറുന്നത് ഈ കേസിന്റെ ഒരു അന്വേഷണ ഘട്ടത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ സുതാര്യതയും ഒപ്പം തന്നെ അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളെയും ഇത്തരത്തിലുള്ള EDക്ക് ഈ രേഖകൾ കൈമാറുന്നതിലൂടെ ബാധിക്കും എന്നൊരു വിലയിരുത്തലാണ് SIT സംഘം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രേഖകൾ കൈമാറത്തെ SIT എതിർക്കുന്നത്. എന്നാൽ ഇത് രേഖാമൂലം കൈമാറുന്നതിന് തടസ്സമില്ല എന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി, അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ വിദേശ പണം ഉൾപ്പെടെയുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ED ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴികളുടെ പകർപ്പുകളും ആവശ്യമായ രേഖകളും അനുബന്ധ രേഖകളും കോടതിയിൽ ED രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഉണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥികളായവർ വീണ്ടും പത്രിക സമർപ്പിക്കേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ മുത്തേടം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലായത് ഇന്ന് സുപ്രീം കോടതി അറിയിക്കും. സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സിജി ഗോപിനാഥിനെയും നിയമിക്കാൻ ധാരണയായിട്ടുണ്ട്. നാളെ കേസ് വീണ്ടും പരിഗണിക്കും. ഇരുവരുടെയും പേരുകൾ കോടതി അംഗീകരിക്കാനാണ് സാധ്യത. KK പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഇതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സമവായം കോടതി അംഗീകരിക്കും. ഒടുവിൽ സർക്കാർ ഗവർണർക്ക് വഴങ്ങി എന്ന് തന്നെ പറയാം. സിസ തോമസിനെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. കോടതിയുടെ സെർച്ച് കമ്മിറ്റി
നാളെയാണ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നത്. അതിനു മുമ്പാണ് സർക്കാർ ഈ മുൻകൂറായി ഇങ്ങനെ ഒരു സമവായത്തിലെത്തിയിരിക്കുന്നതും. കോടതി ഏത് തരത്തിലായിരിക്കും ഇനി ഈ കാര്യത്തെ കാണുക? രാജേഷ്, ഒന്നിലധികം തവണയാണ് ഈ കേരളത്തിലെ VC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പരിഗണിച്ചത്. ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി തന്നെ കോടതി നിലപാട് വ്യക്തമാക്കിയത് ഒരു സെർച്ച് കമ്മിറ്റി കോടതി തന്നെ അതിന് നിർദ്ദേശം നൽകുന്നു. സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടി തന്നെയാണ് ജസ്റ്റിസ് സുധാംശു ധൂലി അതിനെ ചെയർമാനൊക്കെ ആക്കിയത്. എന്നിട്ടും അത് സമവായത്തിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും കോടതി നേരിട്ട് നിയമനം നടത്തുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോൾ ഗവർണറോടും അതുപോലെ തന്നെ സർക്കാരിനോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പേരുകൾ, ആ പേരുകൾ ഒപ്പം തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും ഹാജരാക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ഒറ്റ പേരിലേക്ക് എത്തി ആ പേര് സമർപ്പിക്കാനാണ് ജസ്റ്റിസ് സുധാംശു ധൂലിക്ക് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരും ഗവർണറും ഒക്കെ പോകുന്നൊരു സമയത്താണ് ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആ ഒരു സമവായം ഇപ്പോൾ രണ്ടുപേരും നിയമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തിയായത് തുടങ്ങിയ കാര്യങ്ങളാണ് സുപ്രീം കോടതി അറിയിക്കുക. നാളെ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരുന്ന സ്വാഭാവികമായും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ കാര്യത്തിൽ ഇനി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നുള്ളതാണ് പ്രധാനമായും സുപ്രീം കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അതല്ലാതെ ആയിരുന്നെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയ ഒരു സാഹചര്യം കൂടി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സുപ്രീം കോടതി നേരിട്ട് നിയമനം നടത്താനുള്ള നീക്കത്തിലേക്ക് എത്തിയാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. കാരണം ഇനി വരുന്ന VC നിയമനങ്ങളിലും സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടാവും. വലിയ തരത്തിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണത്തിലേക്കോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലേക്കൊക്കെ തന്നെ കോടതി പോകാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ തൽക്കാലം ഗവർണറുമായി സമവായത്തിലേക്ക്, അതായത് സുപ്രീം കോടതി തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഗവർണറുമായി സമവായത്തിൽ എത്തുക എന്നുള്ളതായിരിക്കും സർക്കാർ ഉദ്ദേശിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സിസ തോമസിനെയും സജി ഗോപിനാഥിനെയും തീരുമാനിച്ചുകൊണ്ടുള്ള നീക്കം ഉണ്ടായിട്ടുള്ളത്. അക്കാര്യമാണ് സുപ്രീം കോടതി അറിയിക്കുക. ഈ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ സുധാംശു ധൂലി തന്നെ വ്യക്തമാക്കുന്നത് രണ്ട് പേരുകളിലേക്ക് എത്താനുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ഒരു സർവകലാശാലയ്ക്ക് ഒരാൾ ആ തരത്തിൽ തന്നെ ഒറ്റ പേരിലേക്ക് ചുരുക്കി ആ പട്ടിക കൈമാറാൻ അങ്ങനെ ഒരു തീരുമാനം അറിയിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കോടതി തീരുമാനം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കോടതിയുടെ അതിർത്തി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചാൽ വിവിധ തലങ്ങളിൽ ചർച്ച നടത്തി വിവിധ സമയത്ത് ഈ ഹർജികൾ പരിഗണിക്കുന്നു, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്നിട്ടും ഇക്കാര്യത്തിൽ സമവായം എത്താൻ കഴിയാത്തതോടുകൂടി തന്നെയാണ് സുപ്രീം കോടതി നിർണായക ഇടപെടലുകൾ കഴിഞ്ഞ ദിവസം നടത്തിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ സർക്കാർ ഈ സമവായത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. രാജേഷ്, ഹൈക്കോടതിയുടെ പരിഗണിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം, പ്രശാന്തിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ നമ്മുടെ ഈ സെനറ്റ് അംഗം RS ശശികുമാർ, മുൻ സെനറ്റ് അംഗം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഒരു കോടതിയുടെ ഒരു പരിഗണനയിൽ വരുന്ന ഒരു വിഷയമാണല്ലോ ഈ കേരളത്തിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അതിൽ ഗവർണറും സർക്കാരും നിരന്തരമായി ഈ വാദപ്രതിവാദങ്ങളിൽ ഏറ്റിരുന്നു, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാർ. ഒരു പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ സെർച്ച് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നാളെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സർക്കാരും VCയും ഗവർണറും തമ്മിൽ ഒരു സമവായത്തിലെത്തിയത്. അവസാനം സിസ തോമസിനെ അംഗീകരിച്ചിരിക്കുന്നു സർക്കാർ. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? വാസ്തവത്തിൽ വൈകിയെങ്കിലും വിവേകം ഉദിച്ചു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സിസ തോമസ് എന്ന് പറയുന്ന ഇത്രയും പ്രഗത്ഭയായ ഒരു അക്കാഡമിഷ്യയെ നമ്മുടെ സാങ്കേതിക സർവകലാശാല VC നിയമിച്ചത് തികച്ചും സ്വാഗതാർഹമാണ്. കാരണം അത് മുന്നോട്ടുള്ള സർവകലാശാലകളുടെ പ്രയാണത്തിന് അനിവാര്യമാണ്. കാരണം 2014 ആരംഭിച്ച ഈ സർവകലാശാല ഇപ്പോഴും ഭാരതദശ കഴിഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ സർവകലാശാല അക്ഷരാർത്ഥത്തിൽ നശിപ്പിച്ചിരിക്കുകയാണ്. അത് തിരിച്ച് ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഈ സർവകലാശാലയെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ഒരു ദൗത്യം ഡോക്ടർ സിസ തോമസ് ഇന്നു മുതൽ ഏറ്റെടുക്കുമെന്ന് ഞാൻ അറിയുന്നു. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അവർ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. വാസ്തവത്തിൽ ഇതിന് വേണ്ട കളം ഒരുക്കിയത് മുഴുവനും CPM-നോടൊപ്പം നിൽക്കുന്ന കുറെ അധ്യാപക സംഘടനകളുമാണ്. കഴിഞ്ഞ പിണറായി സർക്കാർ വന്നതിന് ശേഷം സർവകലാശാലകളുടെ ഭരണം സർവകലാശാല CPM നേതൃത്വത്തിലുള്ള അധ്യാപക സംഘടനകളുടെയും SFIയുടെയും നിയന്ത്രണത്തിലായതാണ്
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരാൻ കാരണമായത്. വാസ്തവത്തിൽ അതിന് ഒരു വിരാമമിടാൻ വേണ്ടി തുടക്കം കുറിച്ചത് നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു. അദ്ദേഹം കൈക്കൊണ്ട കർശനമായ നടപടികളാണ് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ സഹായിച്ചത്. ഡോക്ടർ സിസാത്ത് തോമസിനെ കണ്ടെത്തിയതും ആരിഫ് മുഹമ്മദ് ഖാനാണ്. അതുവരെ വാസ്തവത്തിൽ അക്കാഡമിക് സർക്കിളിൽ ഡോക്ടർ സിസയെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ സിസയെ ഏതെല്ലാം രീതിയിൽ പീഡിപ്പിക്കാനൊക്കുമോ 3 വർഷം അവരെ നിരന്തരം ഈ സർക്കാർ വേട്ടയാടുകയായിരുന്നു. വാസ്തവത്തിൽ സിസാത്ത് തോമസിനെ പോലുള്ളവരെ വൈസ് ചാൻസലറായി നിയമിച്ചാൽ ഗവൺമെന്റ് എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നത്? അപ്പോൾ അവർക്ക് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചെയ്ത മറ്റൊരു കാര്യം, ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയി നിയമിച്ചത് ദൗർഭാഗ്യകരമാണ്. കാരണം ആ സർവകലാശാല എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഡിജിറ്റൽ സർവകലാശാലയിലെ ഒരു സജി ഗോപിനാഥ് നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ IT സെക്ടറിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വിനിയോഗത്തിനുള്ള ഊരാളുങ്കൽ മോഡലിലുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വച്ചേക്കുന്ന ഒരു തട്ടിപ്പുകാരനാണ് സജി ഗോപിനാഥ്. അദ്ദേഹത്തിന് വേണ്ടി ഗവർണർക്ക് വഴങ്ങേണ്ടി വന്നിരിക്കാം. വാസ്തവ ദൗർഭാഗ്യകരമാണ്. എന്തായാലും സിസാത്ത് തോമസിനെ VC ആയി നിയമിച്ചതിൽ ഏറ്റവും നല്ല കാര്യം. അതോടൊപ്പം തന്നെ കോടതിയിലേക്ക് ഈ കേസിനെ എത്തിച്ചത് നമ്മുടെ സർക്കാരാണ്. ഒരിക്കലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് എക്സിക്യൂട്ടീവിന്റെ അധികാരം ഒരിക്കലും കോടതിയെ ഏൽപ്പിക്കുവാൻ പാടില്ല. അപ്പോൾ ജുഡീഷ്യറി VCയെ നിയമിക്കേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേർത്തത് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റാണ്. പക്ഷെ അതിനെതിരെ വളരെ ശക്തമായ പ്രതികരണവുമായി വന്ന നമ്മുടെ ഗവർണർ അഭിനന്ദനം അർഹിക്കുകയാണ്. തീർച്ചയായിട്ടും സിസാത്ത് തോമസിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവുണ്ടാക്കുവാൻ സഹായമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു കാര്യം കൂടി, ഇതിൽ യോഗ്യതയല്ല രാഷ്ട്രീയമാണ് പ്രാധാന്യം എന്ന് തന്നെയാണോ ഈ നിയമനങ്ങളിൽ മനസ്സിലാക്കേണ്ടത്? SFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ സിസയ്ക്കെതിരെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. വിരമിച്ചപ്പോൾ പോലും ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ വിസമ്മതിച്ചു. അങ്ങനെ ഒരു തുറന്ന പോരിൽ നിന്നാണ് അവസാനം സിസാത്ത് തോമസ് വീണ്ടും ഈ പദവിയിലേക്ക് തിരിച്ചെത്തുന്നത്. സർക്കാർ ഇതിനെ രാഷ്ട്രീയപരമായി തന്നെയാണോ ഈ ഇത്തരം കാര്യങ്ങളെ ഇപ്പോഴും കാണുന്നത്? മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചു. കഴിഞ്ഞ പഴയ LDF ഗവൺമെന്റുകളൊന്നും ഇത്രത്തോളം യൂണിവേഴ്സിറ്റികളെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നില്ല. സർവകലാശാല പൊളിറ്റിക്കലൈസ് ചെയ്യുന്നത് മാത്രമല്ല, SFIയുടെയും CPMന്റെയും റബ്ബർ സ്റ്റാമ്പാക്കി വൈസ് ചാൻസലറെ മാറ്റിയതാണ് ഈ കേരളത്തിൽ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് അടിയുന്നതിന് കാരണമായെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. യെസ്, വളരെ നന്ദി. നമ്മോടൊപ്പം സഹകരിച്ചത് RS ശശികുമാറാണ്, മുൻ സെനറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ സാങ്കേതിക സർവകലാശാല VC ആയി സിസാത്ത് തോമസ് എത്തുന്നു. ഡിജിറ്റൽ സർവകലാശാല VC ആയി സജി ഗോപിനാഥ് എത്തുന്നു. ഒടുവിൽ സർക്കാർ ഗവർണർ സമവായത്തിലെത്തിയിരിക്കുകയാണ്. മറ്റു ഒരു വാർത്തയിലേക്ക്, പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് തന്നെ ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും കേസുകളുമായിരുന്നു. പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതിനെതിരായ അപ്പീലാണ് ഇന്ന് പരിഗണിക്കുന്നത്. NHന്റെ നിലപാട് എന്തായിരിക്കും? നേരത്തെ തന്നെ പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതത്വവും ഉണ്ടായിരുന്നല്ലോ. രാജേഷ്, ഷാജി കോടങ്കണ്ടത്തിൻ്റെ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഇത്തരം ഹർജികൾ, അതായത് ഹൈക്കോടതി ഇത് പരിഗണിക്കുന്ന സമയത്ത് തന്നെയും അല്ലെങ്കിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ദേശീയപാത അതോറിറ്റി നേരത്തെ സുപ്രീം കോടതിയിലേക്ക് എത്തിയതാണ്. അതായത് ആ സമയത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന നടപടികളാണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമാക്കി ഹൈക്കോടതി തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 17-ന് ടോൾ താൽക്കാലികമായി പിരിക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയത്. അതിൽ തന്നെ ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയത് 65 കിലോമീറ്റർ ദൂരത്തിൽ ആകെ 5 കിലോമീറ്റർ മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്, ബാക്കി എല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ടോൾ പിരിക്കാൻ അനുമതി നൽകിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ഉത്തരവുകൾ മറികടന്നാണ് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഹർജിക്കാർ ആരോപിക്കുന്നത്. സുപ്രീം കോടതി
കോടതി വ്യക്തമാക്കിയത് പൂർണ്ണമായും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കി സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ സഞ്ചാര യോഗ്യമാക്കിയ ശേഷം മാത്രം ടോൾ പിരിവ് മതി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനെയാണ് മറികടന്ന ഹൈക്കോടതി ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ഹർജിക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഹൈക്കോടതി പരിഗണിച്ചത് നിലവിലെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. മാത്രമല്ല അങ്ങനെ ടോൾ പിരിക്കാതെ അടച്ചിടുന്നത് എല്ലാ തരത്തിലും മുന്നോട്ട് പോക്കിനെ ബാധിക്കുമെന്നും പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഹർജിക്കാരും ദേശീയപാത അതോറിറ്റിയൊക്കെ തന്നെ വാദിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. ആ നീക്കം അംഗീകരിച്ചുകൊണ്ടാണ് 17 ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. പക്ഷേ അതിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ ഈ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് മുൻപ് വന്ന സമയത്തൊക്കെ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ആളുകളുടെ സഞ്ചാരയോഗ്യമായി ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് പ്രധാന ചുമതല. അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇനി അതേ നിലപാട് കോടതി ആവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായേക്കാം. രാജേഷ്, കെ പ്രശാന്താണ് ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പോറ്റിയെ കെറ്റിയെ പ്രചരണ പാട്ടിനെതിരെ DGPക്ക് ലഭിച്ച പരാതി അദ്ദേഹം ADGPക്ക് കൈമാറി. കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് പരിശോധിക്കും. ഭക്തരെ അപമാനിച്ചു എന്നാണ് പരാതി. കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫ്ലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നുണ്ട്. അൺഫ്ലിറ്റ്, തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് ഇതിൽ മുൻകൈ എടുത്ത് ഈ പാട്ടിനെതിരെ കേസ് നൽകിയിരിക്കുന്നത്. എന്ത് നിലപാടെടുക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആഭ്യന്തര വകുപ്പിന് ആശങ്കയുണ്ട്. ഇതിൽ ഒരു രാഷ്ട്രീയം കാണുന്നുണ്ടോ? രാജേഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉടനീളം തന്നെ നിറഞ്ഞു നിന്ന UDFന്റെ പ്രചാരണ വേദികളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ഒരു ഗാനമായിരുന്നു ഈ പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനം. ഈ ഗാനം വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തിരുവാഭരണ ഭാരത സംരക്ഷണ സമിതി ഇത് പരാതിയുമായി രംഗത്ത് വരികയും ഈ പാട്ട് അയ്യപ്പനെ അവഹേളിക്കുന്നതിന് നൂറ്റാണ്ടുകളായി അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ പതിഞ്ഞ ലോകതലത്തിൽ തന്നെ ആഗോളതലത്തിൽ തന്നെ ഖ്യാതി നേടിയ ഈ ഗാനം, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഗാനത്തെ അതേ രീതിയിൽ പാരഡിയായി അതിൽ അയ്യപ്പന്റെ പേര് പോലും പറഞ്ഞുകൊണ്ടും പരാമർശിച്ചുകൊണ്ടുമാണ് ആ ഗാനത്തെ വളരെ മോശപ്പെടുത്തുന്ന രീതിയിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും അപമാനിക്കുന്നതിന് തുല്യവും ഇത് ഭക്തരുടെ മനസ്സിനുണ്ടാകുന്ന മുറിവ് ഈ ഭക്തരുടെ മനസ്സിനെ എത്രത്തോളം വൈകാരികമായാണ് ഇത് വേദനിപ്പിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരുവാഭരണ ഭാരത സംരക്ഷണ സമിതി രംഗത്ത് വരികയും ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ ഗാനം മാറ്റണമെന്നും നീക്കം ചെയ്യണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും ഈ പാരഡി ഗാനം എഴുതിയ വ്യക്തിക്കും ഇത് പ്രചാരണം നൽകിയവർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവാഭരണ ഭാരത സംരക്ഷണ സമിതി DGPക്ക് രേഖാമൂലം പരാതി നൽകുകയൊക്കെ ചെയ്തത്. പക്ഷെ ഈ ഗാനം വൈറലാകുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ഗാനം പ്രചാരണത്തിൽ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന സമയത്തുമൊക്കെ ഈ ഭരണതലത്തിൽ നിന്ന്, അതായത് CPM തലത്തിൽ നിന്ന് തന്നെ വിമർശനം വലിയ രീതിയിൽ ഉയർന്നു വന്നില്ലെങ്കിൽ പോലും ഇതിനെതിരെ പല ശബ്ദങ്ങളും ഉയർന്നു വന്നിരുന്നു ആ സമയത്തൊക്കെ തന്നെ. പക്ഷെ അത് അത്ര വലിയ രീതിയിൽ, കാരണം അത് പ്രചാരണ സമയമായതുകൊണ്ട് തന്നെ അതിലേക്ക് ശ്രദ്ധ ഊന്നിയിരുന്നില്ല ഭരണപക്ഷത്തു നിന്നുള്ള നേതാക്കന്മാർ. അതിനുശേഷം ഈ ഗാനം ഇത്രയേറെ വൈകാരികമായ ഒരു വിഷയമായി മാറുന്നതിന് ഒരു പ്രധാന കാരണം കോൺഗ്രസിലെ MP-മാർ UDF MP-മാർ പാർലമെന്റിന് മുന്നിൽ ഈ ഗാനം ആലപിച്ചിരുന്നു. അതായത് പ്രതിഷേധ സൂചകമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള UDF തരംഗം ഉണ്ടായതിന്റെ ഒരു ആവേശത്തിലുമൊക്കെ തന്നെയും പാർലമെന്റിന്റെ മുന്നിൽ UDF MP-മാർ ഒന്നടങ്കം ഈ ഗാനം ആലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അങ്ങനെ MP-മാർ ഇത് ആലപിക്കുന്നത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും പിന്നീട് അതിനുശേഷം നിരവധി പേരാണ് ഈ ഗാനം ഏറ്റെടുക്കുകയും ഈ ഗാനം എഴുതിയ ആളും ആലപിച്ചയാളും സംഗീതം ചെയ്ത ആളും ഒക്കെ തന്നെയും പിന്നെയും വലിയ രീതിയിൽ ചർച്ചയാവുകയും രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. അത് കൂടുതൽ വൈകാരികമായ വിഷയമായാണ് ഇപ്പോൾ ഈ തിരുവാഭരണ ഭാഗ സംരക്ഷണ സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. ആ പരാതിയിൽ MP-മാർ പോലും, അതായത് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയായ MP-മാർ പാർലമെന്റിൽ ഈ ഒരു വിഷയം, കേരളത്തിൽ നിൽക്കുന്ന ഈ ഒരു വിഷയത്തെ പാർലമെന്റിൽ പോലും, അതായത് ദേശീയ തലത്തിൽ അയ്യപ്പനെ അപമാനിക്കുന്ന രീതിയിൽ ആഗോളതലത്തിൽ അയ്യപ്പനെ അപമാനിക്കുകയാണ് എന്ന രീതിയിൽ വിമർശനവുമായി രംഗത്ത് വന്നു. നേരത്തെ CPM ഇതിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം നേരത്തെ CPM-ന്റെ MP, രാജ്യസഭ MP ആയിരുന്ന A.A. റഹീം ഈ ഗാനം, പാരഡി ഗാനം പ്രചാരണ രംഗത്ത് UDF ഉപയോഗിച്ചതിനെതിരെ അദ്ദേഹം കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന UDF ഇടതുമുന്നണി ഭരണ നേട്ടവും
വികസന നേട്ടവും ഭരണ നേട്ടവും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉയർത്തി പ്രചാരണം നടത്തിയപ്പോൾ UDF മറുഭാഗത്ത് വിശ്വാസത്തെ ഉയർത്തിക്കാട്ടി പ്രചാരണത്തിലുടനീളം ഉപയോഗിച്ചുവെന്നും മുദ്രാവാക്യങ്ങളിലൊക്കെ തന്നെയും ശരണമന്ത്രം നിറയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ അവർ ഉപയോഗിച്ചു എന്ന് ഈ പാരഡി ഗാനം ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ വിമർശനമായി രംഗത്ത് വരുന്നത്. ഒപ്പം തന്നെ മന്ത്രി MP രാജേഷും പാർലമെന്റിൽ അയ്യപ്പ ഗാനം പാരഡി ഗാനം ആലപിക്കാനാണ് MP മാർ സമയം കണ്ടെത്തുന്നതെന്ന് കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മന്ത്രി MP രാജേഷും രംഗത്ത് വന്നു. അതായത് CPM ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഗാനത്തെ ഉയർത്തിക്കാട്ടി പാരഡി ഗാനത്തെ ഉയർത്തിക്കാട്ടി MP മാർ ഉൾപ്പെടെ പാർട്ടി ഗാനം പാർലമെന്റിന് മുന്നിൽ ആലപിച്ചതിനെയൊക്കെ പരിഹസിച്ച് ആലപിച്ചതിനെയൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ CPM ഇത് ഏറ്റെടുത്തിരിക്കുകയും ഇതിൽ UDF-നെതിരെ ആയുധമാക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ പരാതി ഉയർന്നു വന്നത് അതിവേഗത്തിൽ തന്നെ ഈ പരാതി ഒരു നിയമ നടപടിയിലേക്ക് പോകാനായി നീക്കം നടത്തുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരൻ DGP-ക്ക് പരാതി നൽകുന്നു. ഇപ്പോൾ ഈ പരാതി DGP പോലീസ് മേധാവി കൈമാറുന്നു. അതേസമയം ഇത് ഏത് വകുപ്പ് ചുമത്തിയാകും, ഇതിൽ കേസെടുക്കുക, FIR കേസായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതിൽ ഏത് വകുപ്പ് ചുമത്തണമെന്നടക്കം തന്നെ പോലീസ് ആലോചിക്കുകയാണ്. അതേസമയം ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന ഇതിലെ യഥാർത്ഥ വിഷയം പ്രചാരണത്തിന് അതായത് വിശ്വാസം ഉപയോഗിച്ച് പ്രചാരണം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന രീതിയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാനാണ് ഇപ്പോൾ ഭരണമുന്നണി CPM ആലോചിക്കുന്നത്. അതായത് റഹീം നേരത്തെ തന്നെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. മുദ്രാവാക്യങ്ങൾ അടക്കം ശരണമന്ത്രം നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം UDF-ന്റെ പ്രചാരണ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ആ ഒരു വിഷയം കാട്ടി ഒരുപക്ഷെ ഇത് രാഷ്ട്രീയമായി തന്നെ വലിയ രീതിയിൽ ശക്തമാക്കാൻ തന്നെയാണ് ഭരണപക്ഷം ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി മറ്റൊരു വിഭാഗത്തുകൂടി ഇതിനെ നിയമപരമായി ഇത് നേരിടാനും നിയമപരമായി ഇത് കേസുമായി ഇപ്പോൾ തിരുവാഭരണ സംരക്ഷണ സമിതി രംഗത്ത് വന്ന സാഹചര്യത്തിൽ നിയമപരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സർക്കാർ ആലോചിക്കുകയാണ്. അത് രാഷ്ട്രീയമായും നിയമപരമായും ഈ പാരഡി ഗാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ UDF വ്യാപകമായി ഉപയോഗിച്ചതിനെതിരെയാണ് ഇപ്പോൾ ഭരണമുന്നണി CPM രംഗത്ത് വരുന്നത്. ഒപ്പം പാർലമെന്റിൽ ഉത്തരവാദിത്തപ്പെട്ട MP-മാർ ഈ ഗാനം പാർലമെന്റിന് മുന്നിൽ ആലപിച്ച് അയ്യപ്പ ഭക്തരെയും അവഹേളിക്കുന്ന രീതി ഒരു സമീപനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതടക്കം ഉയർത്തിക്കാട്ടിയാണ് ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. രാജേഷ്, തീർച്ചയായിട്ടും എന്തായാലും ഒരു മനോഹരമായ ഭക്തിഗാനം അത് പാരഡിയായതിനു ശേഷം അത് രാഷ്ട്രീയ തലത്തിൽ അത് ചർച്ചയാകുന്നു. അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ പാട്ടിനെ ഉപയോഗിച്ചു എന്നൊരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അതിൽ ഏത് തരത്തിലുള്ള ഒരു കേസെടുക്കുമോ എന്ന ഒരു രീതിയിൽ ആശങ്കയിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ്. ഈ ലോക സിനിമയെ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു നിരാശ ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം തിരുവനന്തപുരത്ത് IFFK ഫെസ്റ്റിവലിൽ ഒരു 19ഓളം ചിത്രങ്ങൾ, അതായത് ലോക സിനിമ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് സർക്കാർ ഒരു പുതിയ ഉത്തരവ് തന്നെ ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം ആ ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിക്കുക എന്ന് തന്നെയാണ്. IFFK-യിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിക്കാതിരുന്ന സിനിമകൾ പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 15 സിനിമകൾക്ക് കൂടിയാണ് അനുമതി ലഭിക്കാനുണ്ടായിരുന്നത്. അവ ഇന്നു മുതൽ പ്രദർശിപ്പിച്ചു തുടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ദേവിക, ഈ ചലച്ചിത്ര പ്രേമികൾക്ക് ഒരു നിരാശയുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഇപ്പോൾ ആ ആശങ്കയൊക്കെ മാറിയിട്ടുണ്ട്. സർക്കാർ പൂർണ്ണ പിന്തുണയാണ്. IFFK-യുടെ ഡയറക്ടർ തന്നെ റസൂൽ പൂക്കുറ്റി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ആ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സിനിമകൾ പ്രദർശിപ്പിക്കും. പാലസ്തീൻ 36 ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, അതായത് ഈ ഇന്ത്യക്ക് വെളിയിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങുമെന്നാണ്. എങ്ങനെയാണ് ഇത് സാധ്യമായത്? രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനന്തപുരിയിൽ ആവേശമുയർത്തി ഇത്തരത്തിൽ IFFK-ക്ക് കൊടി കയറിയിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രമാണ് ഈ IFFK തീരാൻ വേണ്ടി ബാക്കിയായിട്ടുള്ളത്. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയാണ് ഈ അനന്തപുരി ആതിഥേയത്വം വഹിക്കുന്നത്. പക്ഷേ ഈ ഒരു IFFK എന്ന് പറയുന്നത് വളരെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരു ചലച്ചിത്ര മേളയായിരുന്നു. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ റസൂൽ പൂക്കുട്ടി അടക്കമുള്ളവർ നിലവിൽ ഈ സ്ഥലത്തില്ല എന്നുള്ളതിനും വലിയ
വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ചലച്ചിത്രമേളയിലെ 19ഓളം ചിത്രങ്ങൾക്ക് ഈ സെൻസർ ബോർഡ് കത്തിവെക്കുന്നത്. അതിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ പാലസ്തീൻ 36 രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദർശന ചിത്രമായിരുന്നു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു മേളയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത്തരം ആശയം ഉൾക്കൊള്ളുന്ന പല ചിത്രങ്ങളും ഈ ഒരു IFFK വേദിയിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഇതിൽ 4 ചിത്രങ്ങൾക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. അതിനുശേഷം 15 ചിത്രങ്ങൾക്ക് കൂടി അനുമതി ലഭിക്കാനുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ചലച്ചിത്ര പ്രേമികൾക്ക് ആശ്വാസമായി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതായത് കേന്ദ്രം അനുമതി നൽകാതിരുന്ന എല്ലാ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാനാണ് ഈ ചലച്ചിത്ര അക്കാദമിക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നു മുതൽ ഇത്തരത്തിൽ വിലക്കപ്പെട്ട ചിത്രങ്ങൾ ചലച്ചിത്ര പ്രേമികൾക്ക് ഓരോ വേദിയിലും കാണാൻ സാധിക്കുമെന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഈ വർഗീയമായിട്ടുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് ഈ മുഖ്യമന്ത്രിയും MP ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളോട് ആവർത്തിച്ചത്. ആ നിലപാടിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. പണ്ട് കൊൽക്കത്ത മേള നടന്നപ്പോഴും സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്ന് മമതാ ബാനർജി എടുത്തതും ഇതുപോലെയുള്ള സമാനമായ നിലപാടാണ്. അതുപോലെയുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നത്. എന്തായാലും ഈ ഓരോ ചലച്ചിത്രമേളകളും വൈവിധ്യമാർന്ന സിനിമകൾ കൊണ്ട് സമ്പന്നമാണ്. ഒരു സംസ്കാരത്തിന്റെ കൂട്ടായ്മ കൂടിയാണ് ഇത്തരത്തിലുള്ള ചലച്ചിത്ര മേളകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും IFFK പോലെയുള്ള വലിയ മേളകളിൽ രാജ്യത്തിനകത്തുള്ളവർ മാത്രമല്ല വിദേശികളടക്കം പങ്കെടുക്കുന്ന വലിയ മേളയാണ്. ലോകമെമ്പാടുമുള്ള ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ലോക ശ്രദ്ധയാകർഷിച്ച സിനിമകളാണ് ഇത്തരം മേളകളുടെ ഭാഗമാകുന്നത്. ആ സിനിമകൾ കാണാനും ആസ്വദിക്കാനുമാണ് ഓരോ പ്രതിനിധികളും എത്തുന്നത്. അത്തരത്തിലുള്ള പ്രതിനിധികളുടെ അവകാശങ്ങൾ നിരാകരിക്കപ്പെടില്ല എന്ന ഉറപ്പാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത്. രാജേഷ്. ദേവികയാണ് IFFK വേദിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. ചലച്ചിത്ര സംവിധായകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ സംവിധായകന് മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 6-ന് ഹോട്ടലിൽ വച്ച് കുഞ്ഞുമുഹമ്മദ് മുറിയിലേക്ക് വിളിച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ 2ാം പ്രതി ജോബി ജോസഫ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. പരാതിക്കാരിക്ക് ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് രാഹുലിൻ്റെ സുഹൃത്തായ ജോബി ജോസഫ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ മരുന്ന് എത്തിച്ചത് യുവതി ആവശ്യപ്പെട്ടതിനാലാണെന്നും മരുന്ന് എന്തിനുള്ളതാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് ഹർജിയിൽ ജോബി ജോസഫ് പറയുന്നത്. ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിച്ച യുവതി അപകടാവസ്ഥയിലായതിനെ തുടർന്ന് 2 ആശുപത്രികളിൽ ചികിത്സ തേടിയതിൻ്റെ രേഖകൾ നേരത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വെനസ്വേലയിലേക്കും പുറത്തേക്കും പോകുന്ന എല്ലാ അംഗീകൃത എണ്ണ ടാങ്കറുകളും ഉപരോധിക്കാൻ ഉത്തരവിട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിക്കോളാസ് മഡുറോ സർക്കാരിനെ ഒരു വിദേശ ഭീകര സംഘടനയാണെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. US ആസ്തികൾ മോഷ്ടിച്ചതിനും ഭീകരത, മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത് എന്നിവയ്ക്കും വെനസ്വേല കാരണക്കാരാണെന്നുമാണ് ട്രംപിൻ്റെ ആരോപണം. കഴിഞ്ഞ ദിവസം വെനസ്വേലയുടെ തീരത്ത് നിന്ന് US ഒരു എണ്ണ ടാങ്കർ പിടിച്ചെടുത്തിരുന്നു. ട്രംപിൻ്റെ ഏറ്റവും പുതിയ നീക്കം വെനസ്വേല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇൻഡിഗോ സർവീസ് പ്രതിസന്ധിയിൽ കടുത്ത നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. യാത്രക്കാർക്ക് 4 ഇരട്ടി നഷ്ടപരിഹാരം നൽകണമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സെന്റർ ഫോർ അക്കൗണ്ടബിലിറ്റി ആൻഡ് സിസ്റ്റമിക് ചേഞ്ചാണ് ഹർജിക്കാർ. നിലവിൽ ഇൻഡിഗോയ്ക്കെതിരെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നടപടികൾ തുടരുകയാണ്. ചുമതലയിലുണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുത്തതിനു പുറമെ 10% സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഇനി ശബരിമല വിശേഷങ്ങളാണ്. ശബരിമലയിൽ തിരക്ക് കൂടുകയാണ്. ഇന്നലെ 90,163 ഭക്തരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ദേവസ്വം ബോർഡ് അടിയന്തര ധനസഹായം കൈമാറി. കൂടുതൽ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്നും കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, അവധി ദിവസങ്ങളിൽ സാധാരണ തിരക്കുണ്ടാവാറില്ല. ഇപ്പോൾ അതായത് പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിലാണ് തിരക്ക് കൂടുതൽ. എങ്ങനെയാണ് ഈ പ്രഭാതത്തിൽ ഇന്നിപ്പോഴും തിരക്കാണോ?
രാജേഷ്, ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇതുവരെ ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം അത് 27 ലക്ഷത്തിലേക്ക് എത്തുന്നു. 27 ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളൊരു കണക്കാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വരെ ദർശനം നടത്തിയിരിക്കുന്നത് അയ്യപ്പന്മാർ 27 ലക്ഷമാണ്. ഇന്നലെ മാത്രം 90,163 അയ്യപ്പന്മാരാണ് ദർശനം നടത്തിയത്. ഏതായാലും ഈ ദിവസങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷത്തിനടുത്തുള്ള അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതലും ഈ സാധാരണ പമ്പ വഴി വരുന്ന അയ്യപ്പന്മാരോടൊപ്പം തന്നെ കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിലും വലിയ വർധനവ് തന്നെയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെയുള്ള കണക്കിൽ മുൻവർഷത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു വർധനവ് തന്നെയാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നും പുലർച്ചെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഈ തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശബരിമലയിൽ ചെറിയ രീതിയിലുള്ള മഴ രാവിലെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ രീതിയിൽ ഒന്നും തന്നെ ഭക്തർക്ക് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഈ തിരക്കുണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഭക്തർക്ക് പോകേണ്ടി വരുന്നില്ല എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യം കൂടി ഏതായാലും ഈ സമയത്ത് പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്. ഇതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ശബരിമലയിലുണ്ടായ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റ അയ്യപ്പ ഭക്തർക്ക് അടിയന്തര ധനസഹായം കൂടി ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 2 പേർക്ക് 25,000 രൂപയും, ഒപ്പം തന്നെ തമിഴ്നാട് സ്വദേശി കോന്നി മെഡിക്കൽ കോളേജിലുണ്ട്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 10,000 രൂപയും, നിസ്സാരമായി പരിക്കേറ്റിട്ടുള്ള ബാക്കിയുള്ളവർക്ക് 5,000 രൂപ വീതമാണ് ഈ ധനസഹായം നൽകിയിരിക്കുന്നത്. മൊത്തം 8 പേർക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ മഴ പെയ്ത ഒരു സാഹചര്യത്തിലായിരുന്നു ട്രാക്ടർ നിയന്ത്രണം വിടുകയും പിന്നീട് അയ്യപ്പ ഭക്തന്മാരുടെ ദേഹത്തേക്ക് അവരുടെ കൂട്ടത്തിലേക്ക് പാഞ്ഞു കയറുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ ഈ മഴയെ തുടർന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം, പ്രത്യേകിച്ച് ഈ ട്രാക്ടറുകൾ പോകുന്ന സമയത്തുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വേഗത സംബന്ധിച്ച് വലിയൊരു നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. അതേസമയം തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട് എന്ന കാര്യവും വലിയ ആശ്വാസം നൽകുകയാണ്. രാജേഷ്. യെസ്, ശബരിമലയിൽ നേരിയ മഴയുണ്ട് എങ്കിൽ പോലും അത്ര ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഭക്തരുടെ തിരക്കാണ് ഇപ്പോഴും ഈ വർക്കിംഗ് ഡേയിലും ഉള്ളത് എന്നാണ് കിരൺ സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, കഴിഞ്ഞ ദിവസം ഒരു ആശങ്കയുണ്ടായിരുന്നു, നഷ്ടത്തിലാണ് ചില ഓഹരികൾ. വിപണി അത് നേരിട്ടതും എങ്ങനെയായിരിക്കും ഇന്നും ഈ വരും ദിവസങ്ങളിലും? ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ പ്രധാന നിലവാരമായി 26,000 എന്നതിന് താഴെയാണ് മുൻനിര ഓഹരി സൂചിയായി നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇത് വരും ദിവസങ്ങളിൽ നേരിയ വിൽപ്പന തുടർന്നേക്കുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുമുണ്ട്. 25,800 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിലാണ് അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ഇനി 26,000 ഭേദിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം ആണെങ്കിൽ മാത്രമേ വിപണി ഇനിയൊരു തുടർച്ചയായ ഒരു നേട്ടത്തിന് സാധ്യത കാണുന്നുള്ളൂ. ഏറ്റവും വിപണിയിൽ ഏതാണ്ട് 40% പങ്കുള്ള മേഖലയാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് മേഖല. അതിൽ തന്നെ ആക്സിസ് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു വിൽപ്പന, ഒപ്പം തന്നെ ICICI, HDFC ബാങ്ക് തുടങ്ങിയവയിലെല്ലാം ഒരു വിൽപ്പന പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും അത്തരം ഓഹരികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിൽപ്പന ആണെങ്കിൽ മാത്രമേ ബാങ്കിങ് മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് കാര്യമായ ഒരു വീഴ്ചയിൽ നിന്ന് ബാങ്കിങ് മേഖലയെ പ്രതിരോധിക്കാനായത്. വരും ദിവസങ്ങളിലും അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നീക്കം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും
അത് 26,000 എന്ന നില ഭേദിച്ച് വ്യാപാരം തുടരുന്നതിന് സഹായിക്കുകയും ചെയ്യും. ആഗോള സാഹചര്യങ്ങളിൽ തികച്ചും തൃപ്തികരം തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. തുടർച്ചയായി 17 ദിവസത്തോളം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിൽപ്പനയിലാണ്. ഇത് അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും ദീർഘമായ ഒരു വിൽപ്പനയാണ്. ഇത് ആ വിൽപ്പന തുടരുന്നതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രതിരോധം തീർക്കുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിഫ്റ്റിയുടെ 26,000 എന്ന നിലവാരം തന്നെയായിരിക്കും ഇപ്പോൾ ഹ്രസ്വകാലത്തേക്ക് പ്രധാനം. കെ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ ഈ മാസം 17-18 തീയതികളിൽ നടക്കുന്ന ബ്ലൂ ആൻഡ് ഗ്രീൻ ക്ലൈമറ്റ് ലിറ്റ് ഫെസ്റ്റ് 2025 അനുബന്ധിച്ച് ലിറ്റററി അവാർഡുകൾ പ്രഖ്യാപിച്ചു. വെസ്റ്റ്ലാൻഡ് പ്രസിദ്ധീകരിച്ച രാജൻ മേത്തയുടെ ബ്ലാക്ക് സ്റ്റേജ് ക്ലൈമറ്റ് എന്ന കൃതി ബ്ലൂ പ്രൈസിനും, റോളി ബുക്സ് പ്രസിദ്ധീകരിച്ച എസ് നടേഷിൻ്റെ ഐക്കോണിക് ട്രീസ് ഓഫ് ഇന്ത്യ എന്ന കൃതി ഗ്രീൻ പ്രൈസിനും അർഹമായി. ക്യാഷ് പ്രൈസും മെമൻറ്റോയും അടങ്ങുന്ന പുരസ്കാരം 18-ന് ലിറ്റററി ഫെസ്റ്റിൻ്റെ സമാപന വേദിയിൽ ഗ്രന്ഥകർത്താക്കൾക്ക് കൈമാറും. മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ്, ക്ലൈമറ്റ് ആക്ഷൻ ടുഡേ എന്നിവയുമായി ചേർന്നാണ് കുഫോസ് ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്നേക്ക് മാക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ റോമുലസ് വിറ്റേക്കർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കുഫോസ് രജിസ്ട്രാർ ഡോക്ടർ കെ ദിനേശ് പറഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ക്ലൈമറ്റ് ലിറ്റ് ഫെസ്റ്റ് 25 എന്നുള്ള ഒരു ബൃഹത്തായ പരിപാടി ആസൂത്രണം ചെയ്യുന്ന കാര്യം ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും അറിയിച്ചു. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള പുതിയ സംഗീത ആൽബം പ്രകാശനം ചെയ്തു. ഐശ്വര്യ ജീവൻ രചിച്ച ഗുരു സമക്ഷം സംഗീത ആൽബം മന്ത്രി GR അനിലും സ്വാമി ശുഭാംഗാനന്ദയും ചേർന്ന് പ്രകാശനം ചെയ്തു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായാണ് ശ്രീനാരായണ ഗുരുദേവനുള്ള സംഗീത അർച്ചനയായി ഐശ്വര്യ ജീവൻ രചിച്ച ഗുരുസമക്ഷം സംഗീത ആൽബം തിരുവനന്തപുരം പാച്ചല്ലൂർ ശ്രീനാരായണ ചാരിറ്റബിൾ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലും സ്വാമി ശുഭാംഗാനന്ദയും ചേർന്ന് പ്രകാശനം ചെയ്തത്. സാമൂഹ്യ അന്തരീക്ഷം ഇന്നു കാണുന്ന നിലയിലേക്ക് മാറ്റുന്നതിൽ വലിയ പങ്കാണ് ഗുരു വഹിച്ചതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറുന്നതിൽ വലിയ നിർണായകമായ പങ്കാണ് ഗുരുദേവൻ വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യമേറുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. മാനവിക ദർശനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതെന്ന് സ്വാമി ശുഭാംഗാനന്ദ അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനമാണ്, സന്ദേശമാണ് ഇന്ന് ലോകം ആഗ്രഹിക്കുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ബന്ധാവിലേക്ക് പോകുവാൻ, ഐശ്വര്യപൂർണമായ ആനന്ദപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ, എല്ലാവിധ സങ്കുചിത വിഭാഗീയ ചിന്തകൾക്കും അതീതമായി ജീവിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസ്ഥാവിശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുള്ളത്. അമ്പലത്തറ ചന്ദ്രബാബു ചടങ്ങിന്റെ അധ്യക്ഷനായിരുന്നു. അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ വിശിഷ്ടാതിഥിയായി എത്തി. സംഗീത സംവിധായകനും ചലച്ചിത്ര പിന്നണി ഗായകനുമായ G ശ്രീറാം, മീര റാണി എന്നിവരുൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ കായിക വാർത്തകൾ നോക്കാം. ഈ വർഷത്തെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് ഫ്രഞ്ച് ക്ലബ്ബ് PSG ഫോർവേഡ് ഉസ്മാൻ ഡെംബെലെ അർഹനായി. ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐറ്റാന ബോൺമെറ്റിക്കാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം. ദോഹയിൽ നടന്ന ചടങ്ങിൽ ഇരുവരും പുരസ്കാരം ഏറ്റുവാങ്ങി. ഇത്തവണ ബാലൻഡോർ പുരസ്കാരവും ഇവർക്കായിരുന്നു. കഴിഞ്ഞ സീസണിൽ PSG യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതാണ് 28-കാരൻ ലെംബലെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. തുടർച്ചയായ 3-ാം വർഷമാണ് 27-കാരി ബോൺമാറ്റി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് ലക്നൌവിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തമാക്കാം. ഇന്ത്യ 2-1 മുമ്പിലാണ്. ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് നിലനിൽപ്പ് പോരാട്ടമാണ് ഈ മത്സരം. അതേസമയം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അടക്കമുള്ള ബാറ്റർമാർ വലിയ സ്കോർ കണ്ടെത്തുന്നതിൽ തുടർച്ചയായി പരാജയപ്പെടുന്നത് ഇന്ത്യക്ക് തലവേദനയാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.